എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ ധാരാളം ഷട്ടറുകൾ അടഞ്ഞു കിടക്കുന്നത് ഇങ്ങനെ കാണാനിടയായി. അങ്ങനെ അത് കണ്ടമാനമായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു 5 കിലോമീറ്റർ ദൂരം 2 വശത്തെ ഷട്ടറുകൾ എത്ര എണ്ണം അടഞ്ഞു കിടപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു അവധിയില്ലാത്ത ദിവസം ഞങ്ങളൊരു 2 പേര് ഇങ്ങനെ യാത്ര ചെയ്തു. അവധിയില്ലാത്ത ദിവസം സാധാരണഗതിയിൽ ഒരു ഓഫീസൊക്കെ തുറക്കേണ്ട ഒരു സമയം ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി ഇങ്ങനെ കടന്നു പോയപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരു ചെറിയ സിറ്റിയിലേക്ക് കടന്നു പോകുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ അവിടെ നിന്ന് സിറ്റി വരെയുള്ള 5 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് 85 ഷട്ടറുകൾ അടഞ്ഞു കിടക്കുന്നത് കാണാനിടയായി. 85 ഷട്ടറുകൾ. അപ്പോൾ പിന്നീട് ഞാനത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അതിൽ പല ഷട്ടറുകളും ഈ ചില മാസങ്ങളായിട്ട് അടഞ്ഞു പോയതാണ്. ചില കെട്ടിടങ്ങൾക്കകത്ത് ഷട്ടറുകൾ പണിതിട്ട് 2-3 വർഷമായിട്ട് ആ ഷട്ടറുകൾ ഒരെണ്ണം പോലും വാടകയ്ക്ക് കൊടുക്കാൻ മേലാതെ കിടക്കുന്ന ധാരാളം കെട്ടിടങ്ങളും ഞാൻ കണ്ടു. 2ാം നിലയിലൊക്കെ ഷട്ടർ പിടിപ്പിച്ച പല കെട്ടിടങ്ങളും ആളുകൾ ഒരിക്കൽ പോലും അത് വാടകയ്ക്ക് എടുക്കുകയോ അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കാനോ പറ്റിയിട്ടില്ല. അപ്പം ഇന്നലെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മുണ്ടക്കയം ഭാഗത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ചെറിയ ബസ് സ്റ്റോപ്പുകളിൽ, ചെറിയ ഗ്രാമങ്ങളിലെ ബസ് സ്റ്റോപ്പുകളിൽ, ഏറ്റവും ചെറിയ ബസ് സ്റ്റോപ്പുകളിൽ പോലും ആ ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു 15ഓളം ഷട്ടറുകൾ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും അടഞ്ഞു കിടക്കുന്നത് കാണാനിടയായി. അതിലെ 14 മൈൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എണ്ണാൻ മേലാത്തതുപോലെ ഷട്ടറുകൾ അടഞ്ഞു കിടക്കുക. പാമ്പാടിയിൽ ഒക്കെ പല ഷട്ടറുകളും, ഇതൊക്കെ വേണേൽ ചുമ്മാ ഗോഡൗണാന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷേ അതൊന്നുമല്ല. ഗോഡൗണുകളുടെ താഴൊന്നും ദ്രവിച്ച് കിടക്കുകയില്ല. തന്നെയല്ല, ഇത് ആൾപ്പെരുമാറ്റം കാൽപ്പെരുമാറ്റം ഇല്ലാത്ത രീതിയിൽ പൂത്തുകെട്ട് കിടക്കുക. അപ്പം നമുക്കിതിനകത്ത് ഞാൻ ആ ശ്രോതാക്കളോടും പറയാം, നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങളുടെ നാട്ടിലും, അത് കേരളം മുഴുവൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയുണ്ട്, അനേക ഷട്ടറുകൾ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു. ഇത് നേരത്തെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളിൽ നിലവിലൊരു ഉടമസ്ഥനും 2-3 ജോലിക്കാരും മിനിമം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ ഈ ഷട്ടറുകളിലുണ്ട്. ഈ ഷട്ടറുകളിലൊക്കെ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ അതിന് പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണം. പല സ്ഥാപനങ്ങൾക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് വേണം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസ് വേണം. അങ്ങനെ വിവിധങ്ങളായ ലൈസൻസ് വേണം, ഇലക്ട്രിസിറ്റി വേണം, ഫോൺ കണക്ഷൻ വേണം, ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അങ്ങനെ ധാരാളം സംവിധാനങ്ങൾ വേണ്ട ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം ഇല്ലെന്നായി പോയ ഒരു കാലഘട്ടം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടന്നത് മിക്കതും ബാങ്ക് ലോണുകളെടുത്തോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഈ ഡെയിലി പിരിവ് ചിട്ടികളെടുത്തോ ഒക്കെ നടത്തിയതായിരിക്കാം. ഇപ്പോൾ ഇത് എല്ലാം നിന്ന് പോയപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാരോടും പറയുകയാണ്, ഇതിനകത്ത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമൊന്നുമില്ലാതെ രാഷ്ട്രീയക്കാരോടും പറയുക, ഗ്രാമങ്ങളിലുള്ള മെമ്പർമാരോട് വരെ പറയുക, വേണ്ട പാർട്ടിയുടെ അണികളോട് വരെ പറയുക, സകല പാർട്ടികളുടെ അണികളോടും, നിങ്ങൾ വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കുകയും ശ്രദ്ധിക്കുകയും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ വിഷയം ഇത്. കേക്ക റോഡിലൂടെ യാത്ര ചെയ്താൽ, കോട്ടയം കുമളി റോഡിലൊക്കെ യാത്ര ചെയ്താൽ, മുണ്ടക്കയത്തുനിന്ന് മുകളിലേക്ക് കയറിയാൽ എന്ത് കെട്ടിടങ്ങളാണ് ബാങ്കുകൾ ജപ്തി ചെയ്തിട്ട് അവരുടെ ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ വസ്തു ബാങ്കിൻ്റെയാണ്, വിൽക്കാനിട്ടിരിക്കുന്നു, ബന്ധപ്പെടുക. എന്തുകൊണ്ടാണ് ഇതുപോലെ ഇത് അടഞ്ഞു വരുന്നത്? ഇനി ഈ ദിവസങ്ങളിൽ ഇതുപോലെ അടഞ്ഞു വരുന്ന ഒരു സംവിധാനമാണ് യൂസ്ഡ് കാർ ഷോറൂമുകൾ. എനിക്കറിയാവുന്ന പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയില്ല. ഇപ്പോൾ ഇതിന് GSTയുടെ പ്രശ്നങ്ങളും ഒക്കെ കൂടെ വന്നതുകൊണ്ട് ഇതിന് വേണ്ട മാനദണ്ഡങ്ങളെല്ലാം വെച്ച് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരനെ സംബന്ധിച്ച് അയാൾക്കൊന്നും കിട്ടാനില്ലാത്ത സാഹചര്യമായതുകൊണ്ട് അനുദിനം ഇത് അടച്ചടച്ച് പോവുകയാണ്. ഇപ്പോൾ കേരളത്തിൽ
ഇതൊരു വലിയ പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലപ്പെട്ടിരുന്നാലും ഇങ്ങനെ കണ്ടമാനമാകുമ്പോൾ ഇനി ഹോട്ടൽ മേഖല പറയുകയാണെങ്കിൽ വിലക്കയറ്റം അതിഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് പോയി. ഉദാഹരണം പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് തേങ്ങയ്ക്ക് 1 കിലോയ്ക്ക് 40 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 90-നും 100-നും ഇടയ്ക്കായി. അങ്ങനെ വന്നു കഴിയുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒരു വർഷം മുമ്പ് 150 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 400 രൂപയിലേക്ക് വെളിച്ചെണ്ണ ചെന്നു. അതുപോലെ എല്ലാ സാധനങ്ങൾക്കും അതുപോലെ വില കയറുന്നത് കൊണ്ട് ഹോട്ടലുകാരന് നിലവിലുള്ള അതിൻ്റെ വില, ഉൽപ്പന്നങ്ങളുടെ വില, ഊണിനും പലഹാരങ്ങൾക്കും ഒക്കെ ഒരു പരിധി കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ അല്ലെങ്കിൽ ചെല്ലാൻ ആളില്ല. ഇന്നലെ ഞാൻ ഒരു അഡ്വക്കേറ്റുമായി സംസാരിക്കുമ്പോൾ അഡ്വക്കേറ്റ് എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറയാം, ഞാൻ എറണാകുളത്ത് ചെന്നപ്പോൾ പ്രത്യേകമായി കണ്ട ഒരു കാര്യം, വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ മാത്രം അത്യാവശ്യം തിരക്കുണ്ട്, അല്ലാത്ത ഹോട്ടലുകളിലൊന്നും ആളുകളില്ല. കാരണം എന്നാന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അതെന്നാന്ന് ചോദിച്ചാൽ ഒരു 100 രൂപയുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം അവിടെയുണ്ട്. ഒരു മസാല ദോശ ഒരു ചായയും കൂടെയൊക്കെയാണ് ചിലപ്പോൾ ഒരു 100 രൂപയ്ക്ക് തീരും. വെജിറ്റേറിയൻ ഹോട്ടൽ അല്ലാത്ത ഹോട്ടലിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇപ്പം മീൻ കഴിക്കാൻ മനുഷ്യന് പേടി, ചിക്കൻ കഴിക്കാൻ മനുഷ്യന് പേടി. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് വന്നു കഴിയുമ്പം ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങളും എല്ലാം കാരണം അങ്ങനെയുള്ള ഷട്ടറുകളും ധാരാളം അടഞ്ഞു കിടക്കുന്നു. ഈ കപ്പലപകടങ്ങൾ കഴിഞ്ഞ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 10-12 കൗണ്ടറുകളുണ്ടായിരുന്ന മീൻകടകൾ ഇപ്പോൾ അത് 1-2 കൗണ്ടറുകൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത് ആളുകൾക്ക് വേണ്ട, രണ്ടാമത് അസാധ്യ വിലയും ഉള്ളതിന്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ 12 കൗണ്ടറിലൊക്കെ 10, 30, 40 ജോലിക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഈ ജോലിക്കാർ മുഴുവൻ ഭായിമാരാണെങ്കിൽ അവരുടെ നാട്ടിലേക്ക്, നാട്ടുകാരാണെങ്കിൽ പണിയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാരണങ്ങളുണ്ട്. ഈ കപ്പലപകടം പോലെയുള്ളതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാരണങ്ങളാണ്. പക്ഷേ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനത്തിന് മനസ്സ് വെച്ചാൽ സാധിക്കും. ഈ തേങ്ങയുടെ വിലയൊക്കെ ഇങ്ങനെ കയറുമ്പോൾ, ഈ കേരളത്തിൽ അധികം തെങ്ങില്ല, കൃഷിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റ് സ്റ്റേറ്റുകൾ, പ്രത്യേകിച്ച് തമിഴ്നാടൊക്കെയാണ് ഇതിൻ്റെ വിലയുടെ പുറകെ പ്രവർത്തിക്കുന്നതെങ്കിൽ, മറ്റ് രാജ്യങ്ങളിൽ, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തെങ്ങ് കൃഷിയുണ്ട്, തേങ്ങ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊക്കെ ഒരു മാന്യമായ വിലയ്ക്ക് ഇത് ഇറക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് മുൻകൈ എടുത്താൽ സ്വാഭാവികമായി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതുപോലെ ഈ പച്ചക്കറി പല വ്യഞ്ജനങ്ങളൊക്കെ, ഞാൻ വളരെ ലളിതമായിട്ട് എനിക്ക് തോന്നിയത്, ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പറ്റുന്ന ഒരു പ്രധാന കാര്യം, ഈ ഹോൾസെയിൽ പലചരക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങാടി മരുന്ന് കടകളിലൊക്കെ ഈ കൽക്കണ്ടത്തിൻ്റെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് അവിടെ ചെന്നാൽ നമുക്ക് കിലോയ്ക്ക് 100 രൂപയ്ക്ക് കിട്ടും. കിലോ 100 രൂപ. അര കിലോ മേടിച്ചാൽ 50 രൂപ, 1 കിലോ മേടിച്ചാൽ 25 രൂപയ്ക്ക് കിട്ടും. 100 ഗ്രാം മേടിച്ചാൽ 10 രൂപയ്ക്കും കിട്ടും. ഇതേ കൽക്കണ്ടം ക്രിസ്റ്റൽ തൊട്ടടുത്തിരിക്കുന്ന ബേക്കറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിലോയ്ക്ക് 300 രൂപയാണ്. അതായത് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സാധാരണ പലചരക്ക് കടയിൽ, അങ്ങാടി മരുന്ന് കടയിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 300 രൂപയ്ക്ക് മേടിച്ച് വെച്ച് വിൽക്കുമ്പോൾ, 100 രൂപയുടെ സാധനം വിൽക്കുമ്പം 200 രൂപ ലാഭം. അപ്പോൾ അങ്ങനെ അധികം കച്ചവടമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും നിയന്ത്രിക്കാനോ നോക്കാനോ അറിയാവുന്ന തലയ്ക്കകത്ത് വെളിവുള്ള ഉദ്യോഗസ്ഥന്മാരും ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റും. അങ്ങനെ ഗവൺമെൻറ് ഇത് പിടിച്ചു നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായി എല്ലാ മേഖലയും ആനുപാതികമായൊരു വളർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് കൂപ്പുകുത്തും. അതിൻ്റെ തെളിവാണ് ഈ ഷട്ടറുകൾ ഇങ്ങനെ അടഞ്ഞ് വരുന്നത്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാരണം ഈ കറണ്ട് ബില്ല്. ഒരു പ്രസ്ഥാനം നടത്തുന്നവനെ സംബന്ധിച്ച് ഇതിൻ്റെ വാടക, ഇതിൻ്റെ സെക്യൂരിറ്റി, അത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മറ്റ് ചിലവുകൾ, ജോലിക്കാരുടെ ശമ്പളങ്ങൾ, ലൈസൻസുകൾ, പിന്നെ ഇതിനിടയ്ക്ക് ഓരോരോ ചിലവുകൾ, പിരിവുകൾ, രാഷ്ട്രീയക്കാരുടെ പിരിവുകൾ, ഇതെല്ലാം കഴിഞ്ഞ് അയാൾക്കൊരു ശമ്പളവും കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞാലല്ലേ എന്തെങ്കിലും ബാലൻസ് ഉള്ളൂ. അപ്പോൾ കറണ്ട് ബില്ലൊക്കെ അമിതമായിട്ട് അങ്ങോട്ട് അടിച്ച് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോവില്ലത്. അതൊരു പ്രധാന കാരണമാണ്. പിന്നെ ഈ അമിതമായ നികുതികൾ, അമിതമായ ചെക്കപ്പുകൾ, ചെക്കിങ്ങുകൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഇവിടെ നിരോധിച്ചിരിക്കുക. പക്ഷേ കടയിൽ നിന്ന് പ്ലാസ്റ്റിക് കൂട് പിടിച്ചാൽ 10,000 രൂപ പിഴ. ഒരു പഞ്ചായത്തിൽ 50,000 രൂപയെങ്കിലും പിഴ പിടിച്ചിരിക്കണമെന്ന് ടാർഗറ്റ് കൊടുത്തിരിക്കുകയെന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ഉൽപ്പാദന സ്ഥലത്ത് തന്നെ നിരോധിക്കേണ്ട സാഹചര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടു, ഇനി കുപ്പികളെല്ലാം നിരോധിക്കാൻ പോകുക. 5 ലിറ്ററിന് താഴോട്ടുള്ള കുപ്പി. ഇനി പെപ്സിയൊക്കെ പിന്നെ ഇനി പേപ്പറിനകത്ത് പൊതിഞ്ഞ് വരുമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സോഡയൊക്കെ പേപ്പറിനകത്ത് പൊതിഞ്ഞ് കൊണ്ടുവരുമോ, എങ്ങനെയാണെന്നറിയത്തില്ല. ഇതെല്ലാം നിരോധിക്കുമ്പോൾ ഇതെങ്ങനെ നടത്തും എന്നറിയാൻ മേലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ,
അടുത്തത് ഈ അമിതമായ നികുതി. പിന്നെ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ ആളില്ലാത്ത ഒരവസ്ഥ. വാങ്ങാനും കഴിക്കാനും ശേഷിയുള്ളവനൊക്കെ ഭായിമാർ പോയ പോലെ കേരളത്തിൽ നിന്ന് പല സ്ഥലത്തോട്ടും പോയി. കുറേ പാർട്ടിക്കാരും കുറേ വയസ്സന്മാരും മാത്രമായിട്ട് നാട് മാറുന്നത് ഇവിടെ ഈ ചെറുപ്പക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ്. പിന്നെ പ്രധാനമായിട്ടൊരു പ്രശ്നം, പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ ആളുകൾക്ക് ധൈര്യമില്ലെന്നായി. ആളുകൾക്ക് പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ ധൈര്യമില്ല. ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും വിജയിക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് മനുഷ്യൻ പൊതുവേ ഒരു ചെറിയ ശമ്പളം കിട്ടിയാൽ മതി എന്നുള്ള ഒരു പൾസിലേക്ക് മാറി. കാരണം എല്ലാവർക്കും പേടിയായി. ചിലത് വാടക കൂടുന്നു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് പറയുകയാണ്, അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹത്തിന് ഒരു 3 ഷട്ടർ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയാം, ഒരു കൊല്ലമായിട്ടൊരു വാടക കൊടുക്കുന്നില്ല, അവർ തുറക്കുന്നുമില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, വാടക തന്നില്ലല്ലോ എന്നതെങ്കിലും എനിക്ക് തന്നാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിനെ അങ്ങനെ പറഞ്ഞേ, അത് അവരൊന്ന് തുറന്നൊന്ന് തൂത്തുവാരിയല്ലോ വിടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അടുത്തത് ഈ സൂപ്പർ മാർക്കറ്റുകളുടെ തള്ളിക്കയറ്റം. ഇപ്പം ഒരുമാതിരിപ്പെട്ട ചെറുകിട സൂപ്പർ മാർക്കറ്റെല്ലാം പൊട്ടാൻ തുടങ്ങി വലുത് വന്നപ്പോൾ. പക്ഷേ ചെറിയ കടക്കാരെല്ലാം തീർന്നു പോകും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനി ജപ്തി ചെയ്ത് കെട്ടിടങ്ങൾ ഇട്ടാലോ? ഈ കെട്ടിടങ്ങളെല്ലാം ഷട്ടറുകളെല്ലാം ഇങ്ങനെ കിടക്കുമ്പോൾ ഇതെല്ലാം ലോൺ എടുത്താണ് വെച്ചത്. മിക്കതും ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ വാടകക്കാരോട് ഇല്ലെങ്കിൽ അത് അടയ്ക്കാൻ നിർവാഹമില്ലാതെ ബാങ്കുകൾ ജപ്തിയായി പോകും. വീടുകളും കണ്ടമാനം ജപ്തിയാവുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പം ആളുകൾ പറയുന്നു, ഈ ജപ്തിയായ വീടുകൾ മേടിക്കാനും കെട്ടിടങ്ങൾ മേടിക്കാനും ഇപ്പോൾ ആളുകളില്ല. ജപ്തി ആയതിനോട് പൊതുവെ മനുഷ്യർക്ക് ഒരു പേടിയും ഒരു മടുപ്പും ഒക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ ഇല്ല എന്നുള്ള ഒരവസ്ഥത്ത് കാര്യങ്ങൾ പോവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ പറയാം, അടഞ്ഞു കിടക്കുന്ന ഷട്ടറുകൾ കേരളത്തിൻ്റെ ഐശ്വര്യം. ഇതെങ്ങനെ നേരിടാമെന്ന് ചോദിച്ചാൽ, ഇത് ഭരണപക്ഷം തന്നെ നോക്കിയാലൊന്നും പറ്റിയല്ല. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ ചേർന്ന് ഒരനുകൂലമായ സാഹചര്യം ഉടനടി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് അവസാനം വലിയ ഭീകരമായ അന്തരീക്ഷവും പ്രാതാലയം പോലത്തെ ഒരു സാഹചര്യവും ഉണ്ടാകുമെന്ന് അധികാരികളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.